ഏകദേശം ഒരു 2 വർഷം മുമ്പ് വരെ പുറത്തിറങ്ങുന്ന എല്ലാ സിനിമകളും കാണുകയും അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിരുന്നു. പിന്നെ പെട്ടെന്ന് അങ്ങനെ കാണാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അഭിപ്രായങ്ങൾ പറയാതെയായി. ഇപ്പോൾ വീണ്ടും സിനിമ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. പുറത്തിറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളും കാണാൻ ശ്രമിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ നിർത്തിയിടത്തു നിന്ന് വീണ്ടും തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ഞാൻ കാണുന്ന സിനിമകളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ഇതൊരിക്കലും ഒരു ആധികാരിക റിവ്യൂ ഒന്നുമല്ല, വെറും അഭിപ്രായ പ്രകടനം മാത്രമാണ്. പുതിയ സിനിമകളെക്കുറിച്ച് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ വീണ്ടും കാഴ്ചയിലേക്ക് കടന്നു വരുന്ന പഴയ സിനിമകളെക്കുറിച്ചും പറയാം. കാരണം ഓരോ കാഴ്ചയിലും ഓരോ സിനിമ തരുന്നത് ഓരോ അനുഭൂതിയാണല്ലോ, ഓരോ അനുഭവമാണല്ലോ. ഏതായാലും ഇന്ന് പറയാൻ പോകുന്നത് പഴയ സിനിമയെ കുറിച്ചല്ല, ഏറ്റവും പുതിയതായി തിയേറ്ററിൽ റിലീസായിട്ടുള്ള അതിരടി എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമ ഒരു ഫെസ്റ്റിവൽ മൂഡ് സിനിമയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നമ്മളുടെ കൂട്ടുകാരുടെ ഒപ്പം വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ പോകുമ്പോൾ നമുക്കൊരു സിനിമയ്ക്ക് കയറാമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു സംശയമില്ലാണ്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അതിരടി. നിറയെ ആൾക്കൂട്ടമുള്ള, ആർപ്പ് വിളിച്ച് കാണാൻ പറ്റുന്ന, കൈയടിച്ച് കാണാൻ പറ്റുന്ന, വിസിലടിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഒട്ടുമിക്ക ഷോട്ടുകളിലും ഒരുപാട് ആളുകളുണ്ട്. എല്ലാ സീനുകളും മനുഷ്യരാൽ സമ്പന്നമായിട്ടുള്ള ഒരു സിനിമയാണ്. അത്രയും കളർഫുൾ ആയിട്ടുള്ള സീനുകളാണ്. ഈ സിനിമയുടെ സംവിധാനം അരുൺ അനിരുദ്ധനാണ്. രചന അരുൺ അനിരുദ്ധനും പോൾ സ്കറിയയും ചേർന്നാണ്. സംഗീതം വിഷ്ണു വിജയ്, നിർമ്മാണം ബേസിൽ ജോസഫ്, ഡോക്ടർ അനന്തു എസ് തുടങ്ങിയവരാണ്. ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയാണ് അതിരടി. ഈ സിനിമയിലെ കാസ്റ്റ് എന്ന് പറയുന്നത് വളരെ നീണ്ടു കിടക്കുന്ന ഒരു പട്ടികയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ബേസിൽ, ടോവിനോ, വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, റിയ ഷിബു, സറിൻ ഷിഹാബ്, വിഷ്ണു അഗസ്ത്യ, ദർശന രാജേന്ദ്രൻ തുടങ്ങിയവരൊക്കെയാണ്. സിനിമയിലെ എല്ലാവരും നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ക്യാമ്പസിൽ നടക്കുന്ന കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മറ്റു പല ക്യാമ്പസ് സിനിമകളിലെല്ലാം കണ്ടിട്ടുള്ള ചില ക്രിഞ്ച് എലമെന്റ്സ്, അതുപോലെ ക്ലീഷേ സീനുകൾ, ഡയലോഗുകൾ എല്ലാം ഈ സിനിമയിലും ഉണ്ട്. സിനിമയുടെ മ്യൂസിക്, ആക്ഷൻ രംഗങ്ങൾ, സിനിമാറ്റോഗ്രഫി തുടങ്ങിയൊക്കെ ഭയങ്കര രസമായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഒരു അരോചകമായി തോന്നിയത് ഒരു പാട്ടാണ്. ആ പാട്ട് പ്ലേസ് ചെയ്ത രീതിയോ കാര്യങ്ങളൊന്നുമല്ല, ആ പാട്ടിലെ ലിറിക്സ് ആണ് എനിക്ക് അത്ര രസമായിട്ട് തോന്നാഞ്ഞത്. അത് സിനിമയുടെ ക്ലൈമാക്സിൽ വരുന്ന അമ്മപ്പ് തപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ്. ആ ഒരു പാട്ട് മാത്രം. ബാക്കിയെല്ലാം എന്നിലെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു അനുഭവം തന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ കോളേജിൽ പഠിക്കാൻ വരുന്ന സാംകുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിനെയാണ് ബേസിൽ ചെയ്യുന്നത്. തൻ്റെ ഗുണ്ടായ്സ് എല്ലാം അവസാനിച്ച് റിട്ടയർഡ് ഗുണ്ടയായി കുടുംബം നോക്കി കഴിയുന്ന ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെയാണ് ടോവിനോ ചെയ്തിട്ടുള്ളത്. ടോവിനോ തിരുവനന്തപുരം സ്ലാങ്ങാണ് സംസാരിക്കുന്നത്. ആ സംസാര രീതികളും ഒരു റിട്ടയർഡ് ഗുണ്ടയുടെ മാനസികാവസ്ഥകളും എല്ലാം ടോവിനോ നന്നായി ചെയ്യുന്നുണ്ട്. അതിരടിയുടെ കോർ പോയിന്റ് എന്ന് പറയുന്നത് ഇവരാരുമല്ല, വിഷ്ണു അഗസ്ത്യയാണ്. വിഷ്ണു അഗസ്ത്യയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. എല്ലാ ഇമോഷൻസും ക്യാരി ചെയ്യുന്ന ഒരു കഥാപാത്രം വിഷ്ണുവിൻ്റെതാണ്. ആ കഥാപാത്രത്തിനെ അയാൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ സിനിമ പേഴ്സണലായി ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും ഞാനിത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണെന്ന് പറയില്ല. കാരണം ഈ സിനിമയ്ക്കകത്ത് ലോജിക്കിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഫസ്റ്റ് ഹാഫ് മുഴുവൻ തമാശകളാണ്. രണ്ടാമത്തെ പകുതിയിലേക്ക് വരുമ്പോഴാണ് സിനിമയുടെ ഇമോഷണൽ ഭാഗത്തിലേക്ക് കടക്കുന്നത്. ഈ ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ തമാശ എന്ന് പറയുമ്പോൾ മുഴുവൻ പൊട്ടിച്ചിരിക്കൊന്നുമില്ല. ചില തമാശകളൊക്കെ നമ്മൾ കേട്ടുമടുത്ത തമാശകളാണ്. എങ്കിലും ബേസിൽ നന്നായി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമ അത്യാവശ്യം ഇമോഷണലി മുന്നോട്ട് പോകുന്നതാണ്. അവിടെയാണ് കുറച്ച് ലാഗ് വരുന്നത്. പക്ഷെ അതിനെ വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും ഹുക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് തന്നെ അവർ രണ്ടുപേരും ഈ സിനിമയെ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകുന്നു. സിനിമയുടെ അവസാന ഭാഗത്ത് ഒരു ക്യാമിയോ ഉണ്ട്. ആ ക്യാമിയോയും നന്നായി തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാലും കുറച്ചുകൂടി ഇമ്പാക്റ്റ് കൊടുക്കായിരുന്നു എന്ന് തോന്നി. അതേസമയം ആ നടനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുന്ന ആളുകൾക്ക് അതൊരു ഭയങ്കര ഹൈ മൊമെന്റ് തന്നെ ആയിരിക്കും. 100% എനിക്ക് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം, OTT ഈ സിനിമ വരുമ്പോൾ അത് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു എന്റർടൈൻമെന്റ് തോന്നിയെന്ന് വരില്ല. കാരണം ഇതൊരു തിയേറ്റർ വാച്ച് സ്റ്റഫാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാൻ ശ്രമിക്കുക, അഭിപ്രായങ്ങൾ പറയുക.